കർഷകൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ കൃഷിദീപൻ ന്യൂസിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തയാർന്ന പഴങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ കീ ഫാമിലേക്ക് കടന്നു വന്നാൽ ഇവിടെ ഒരു പഴങ്ങളുടെ താഴ്വര തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കാഴ്ച നിൽക്കുന്നതായ പഴുത്തു നിൽക്കുന്നതായ 2-3 പഴങ്ങളുണ്ട്. ഈ പഴങ്ങളെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഉടമകളായ കിരണും അതുപോലെ സുവിച്ചയും. നമുക്ക് ഈ ഐറ്റം ഏതാണ്? ഇത് മരമുന്തിരി അഥവാ ജബോട്ടിക്കാവ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ മീനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്തിരിനെക്കാട്ടും മധുരം, തടീൻ്റെ മുകളിലാണ് ഇത് കായ മുഴുവൻ പിടിക്കുക. നല്ല മധുരമാണ്. ഇതിൽ തന്നെ ബ്രസീലാണ് ഇതിൻ്റെ ഒറിജിൻ എങ്കിൽ ഇവരിത് ഇന്തോനേഷ്യയിൽ പോയിട്ടാണ് കൊണ്ടുവന്നത്. ഇത് നമുക്ക് എത്ര സമയമാണത്? ഇതിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ മെയിൻലി ഇപ്പോൾ പ്രിക്കോഷ്യസ് ആണ് ഏറ്റവും ഡ്വാർഫായിട്ട് പെട്ടെന്ന് കായ്ക്കുന്നത്. വിത്തിൻ 3 years, 2.5 and 3 years ആ സമയത്ത് നമുക്കത് കായ്ക്കും. പിന്നുള്ളത് റെഡ് ഹൈബ്രിഡ് ആണ്, ഒരു 4 വർഷം അതിൻ്റെ ഉള്ളിൽ റെഡ് ഹൈബ്രിഡ്. ഇതിപ്പോൾ റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണത്. മുന്തിരി പോലെ തന്നെ നമുക്ക് കഴിക്കാം. നമുക്കിതിൽ നമ്മളെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, തൈ നടുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? വേറെ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ആവശ്യമുണ്ടോ? ഇല്ല, പ്രത്യേകം ഇതൊരു ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. എപ്പോഴും വെള്ളം ഉണ്ടെങ്കിൽ ഇവർ ഹാപ്പിയാണ്. തൈകൾ ഇവിടെ തന്നെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒത്തിരിയേറെ വൈറലായ ഒരു സംഭവമാണ് നിങ്ങളുടെ പഴങ്ങളുടെ ഒരു താഴ്വരയാണ് ഈ ഫാം എന്നുള്ളതായ പല ചാനലുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമാർന്ന ഒരു പഴമാണ് ഇതല്ലേ. ഇപ്പം ഒരു നല്ല റേഞ്ചിൽ പോണ ഒരു പഴം ഇതാണ്. കാരണം നല്ല ടേസ്റ്റ്, ഒരു വീട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അസറ്റാണ്. അതോടൊപ്പം തന്നെ വേറൊരു പഴം ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഏതാ മറ്റേ നമ്മുടെ സീഡ്, അതിന്റെ അരിയില്ലാത്ത പേരയ്ക്ക, സീഡ്ലെസ് പേര. സീഡ്ലെസ് പേര പുറത്തുണ്ട്. ഇതാണ് സീഡ്ലെസ് പേര. നമ്മൾ സാധാ സീഡ്ലെസ് പേരകളായ കണ്ടിട്ടുണ്ട്. അതിൽ എന്നാലും ഒരു നടുക്ക് ഇരിച്ചിരി കുരുകളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഒരു കുരുവും ഇല്ല. പാപ്പിളിനെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, മുറിച്ച് കഴിക്കാം. ഒരു കുരുവില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. നമുക്ക് മുറിച്ച് നോക്കാം അതൊന്ന്. ഇത് നമ്മൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാണ്. ഇതിന് ഒരു സീഡും ഉണ്ടാവില്ല. ഇതിൻ്റെ ഏറ്റവും ഗുണം അതാണ്. പിന്നെ ഇത് തൈ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മിക്കപ്പോഴും ഇതിൻ്റെ മുകളിൽ കായ എപ്പോഴും ഓരോന്നെങ്കിലും ഉണ്ടാവും. ഇത് നമ്മളിപ്പം ബെഡ് ചെയ്തിട്ട് ലെയറൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തൈകളിങ്ങനെ ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഇതിപ്പോൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലെയറൊക്കെ ചെയ്ത് ഇറക്കുകയാണെങ്കിൽ തന്നെ 6 മാസം കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇതിൽ കായ് പിടിക്കും. പെട്ടെന്ന് തന്നെ കായ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വാഴയിൽ തന്നെ പെട്ട ഏറ്റവും എഡിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാഴയാണ്. ഡ്വാർഫ് കാവൻഡിഷ് എന്നാണ് ഇതിന് പറയുക. പെട്ടെന്ന് തന്നെ കായ പിടിക്കും. നമുക്ക് ഒരു പോട്ടിൽ വളർത്തിയിട്ട് വീട്ടിൻ്റെ ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ കൂടിയും പോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കൊരു ചെറിയൊരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കൊലകളായി നിന്ന് കിട്ടും. ഇതിൻ്റെ ഒരു ഗുണം അതാണ്. സ്ഥലമില്ലാത്തവർക്കും വാഴ ചെയ്യാം. ഇതിൻ്റെ തൈ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ ടിഷ്യൂ അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈയായി. ഇത് കൊണ്ടുവന്നത് ഫ്ലോറിഡയിൽ നിന്നാണ്. ഞങ്ങൾ കന്നായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അതിൻ്റെ തൈകൾ ഞങ്ങൾ ടിഷ്യൂ അടിക്കാൻ കൊടുത്തിട്ട് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്.